നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ആദ്യം പഠിക്കുന്നത് ISROയുടെ ഒരു 2-3 ദൗത്യങ്ങളെ കുറിച്ച്, പ്രധാനപ്പെട്ട 2-3 ദൗത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതിനായി പോകുന്നത്. നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ആദിത്യ L1 കുറിച്ച് പറയട്ടെ. ആദിത്യ L1 നമ്മൾ അറിയാം, ISROയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമാണ് ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള ISROയുടെ പ്രഥമ ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 ഇന്ത്യ പരീക്ഷിക്കുന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. 2023 സെപ്റ്റംബർ 2. 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. അപ്പൊ വിക്ഷേപിച്ച സ്ഥലം സിമ്പിൾ ആണ്, ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ സ്ഥലത്തിന്റെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അപ്പോൾ ഏത് വാഹനത്തിലാണ് ആദിത്യ L1 ഇന്ത്യ പരീക്ഷിച്ചത്? നല്ല ചോദ്യമാണ്. അതാണ് PSLV C-57 എന്ന വാഹനം. ആദിത്യ L1 ഇന്ത്യ പരീക്ഷിച്ച വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ PSLV C-57. ഇവിടെ PSLV എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പൂർണ്ണരൂപം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഈ PSLVയുടെ 59ാമത്തെ ദൗത്യമായിരുന്നു PSLV C-57 എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, PSLVയുടെ 59ാമത്തെ ദൗത്യമായിരുന്നു PSLV C-57 എന്ന് പറയുന്നത്. ആദിത്യ L1ന്റെ കാലാവധി എത്രയാണ്? ആദിത്യ L1ന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 2 മാസവുമാണ്. ആദിത്യ L1ന്റെ കാലാവധി. ആദിത്യ L1ന്റെ കാലാവധി 5 വർഷവും 2 മാസവുമാണ്. സൗര ദൗത്യം നടപ്പിലാക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സൗര ദൗത്യം നടപ്പിലാക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് മുമ്പ് സൗര ദൗത്യം നടത്തിയ രാജ്യങ്ങളാണ് ജപ്പാന്, അതുപോലെ അമേരിക്ക, അതുപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ESA എന്ന് പറയും. യൂറോപ്യൻ സ്പേസ് ഏജൻസി. ജപ്പാന്റെ ആണെങ്കിൽ ജാക്സ എന്നാണ് അവരുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്, ജാക്സ. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് നാസ. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ. യൂറോപ്യൻ യൂണിയന്റെ ബഹിരാകാശ ഏജൻസിയാണ് ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയും. യൂറോപ്യൻ യൂണിയന്റെ ബഹിരാകാശ ഏജൻസി. അപ്പം സൗര ദൗത്യം നടത്തിയ ആദ്യത്തെ രാജ്യം ജപ്പാൻ, പിന്നെ നാസ, പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണ്. അപ്പോ അത് ഓർത്തോണം, ജപ്പാൻ, അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ദെൻ ഇന്ത്യ. ആരായിരുന്നു ഈ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ? അപ്പൊ ആദിത്യ L1 എന്ന ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടറുടെ പേര് നിഗാർ ഷാജി എന്നാണ്. നിഗാർ ഷാജി. പ്രൊജക്ട് ഡയറക്ടറുടെ പേര് നിഗാർ ഷാജി. മിഷൻ ഡയറക്ടർ, പ്രൊജക്ട് ഡയറക്ടർ ആണ് നിഗാർ ഷാജി. മിഷൻ ഡയറക്ടറുടെ പേരാണ് ഡോക്ടർ SR ബിജു. മലയാളിയാണ് ഡോക്ടർ SR ബിജു. അന്ന് പേര് ഓർത്തു വെക്കുന്നത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ മിഷൻ ഡയറക്ടറുടെ പേര് ഡോക്ടർ SR ബിജു. പ്രൊജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും ഉണ്ട്. പ്രൊജക്ട് ഡയറക്ടറുടെ പേര് നിഗാർ ഷാജി. മിഷൻ ഡയറക്ടറുടെ പേര് SR ബിജു എന്നാണ് പേര്. ഇനി ഈ പറയുന്ന ആദിത്യ L1 എന്ന പദ്ധതിയുടെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ K ശങ്കര സുബ്രഹ്മണ്യൻ എന്നാണ് പേര്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആര്? പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആര്? പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ K ശങ്കര സുബ്രഹ്മണ്യൻ. ശ്രദ്ധിക്കൂ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആദിത്യ L1 എന്ന ദൗത്യത്തെ കുറിച്ചാണ്. 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ചു. PSLV C-57 ആയിരുന്നു വാഹനം. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. PSLVയുടെ 59ാമത്തെ ദൗത്യം. 5 വർഷവും 2 മാസവുമാണ് കാലാവധി. ഈ ദൗത്യം നടത്തുന്ന, സൗര ദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യം ജപ്പാൻ, അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർക്ക് ശേഷം
പ്രൊജക്ട് ഡയറക്ടർ നിഗാർ ഷാജി, മിഷൻ ഡയറക്ടർ ഡോക്ടർ SR ബിജു, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യൻ. ഇത്രയും കാര്യങ്ങൾ ആദിത്യ L1 ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി അടുത്ത മറ്റൊരു ദൗത്യത്തിലേക്ക് പോവുകയാണ്. ദൗത്യം ഇതാണ്, എക്സ്പോസാറ്റ് എന്നാണ് ദൗത്യത്തിന്റെ പേര്. എക്സ്പോസാറ്റ്. അപ്പൊ ഈ എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റ് എന്നതിന്റെ പൂർണ്ണരൂപം. എന്താണ് ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്? എന്താണ് ദൗത്യം എന്ന് ചോദിച്ചാല്, ബഹിരാകാശത്തിലെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം, ബഹിരാകാശത്തിലെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഇത് പഠിക്കുന്നതോടുകൂടി തമോഗർത്തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനാവും. അപ്പൊ ശരിക്കും ഉദ്ദേശം തമോഗർത്തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക. എങ്ങനെ? ബഹിരാകാശത്തിലെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെ. ബഹിരാകാശത്തിലെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വിവരങ്ങൾ കണ്ടെത്താനാവും എന്നുള്ളതാണ് എക്സ്പോസാറ്റ് എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. അവിടെ അത് ഓർത്തിരിക്കണം. എക്സ്പോസാറ്റ് എന്ന ദൗത്യം നടത്തുന്നത് ജനുവരി 1 2024 ജനുവരി 1 ഈ ദൗത്യം നടത്തുന്നത്. 2024 ജനുവരി 1 ആയതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ സെപ്റ്റംബർ 2 ആദിത്യ 1 കേട്ടോ. 2023 സെപ്റ്റംബർ 2. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV-C 58 എന്ന വാഹനമാണ്. PSLV-C 58. ഇവിടെ PSLV-C 57. ഇത് PSLV-C 57. PSLV-C 57 വിക്ഷേപിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അത് PSLV-യുടെ 59ാമത്തെ ദൗത്യമാണ്. അപ്പൊ PSLV-യുടെ 60ാമത്തെ ദൗത്യമാണ് PSLV-C 58. അത് വിക്ഷേപിച്ചത് ഏത് കൃത്രിമ ഉപഗ്രഹത്തെയാണ്? എക്സ്പോസാറ്റ്. പഠിച്ചല്ലോ, എക്സ്പോസാറ്റ്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ പേര് M ജയകുമാർ എന്നാണ്. M ജയകുമാർ. മിഷൻ ഡയറക്ടറുടെ പേര് M ജയകുമാർ എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എക്സ്പോസാറ്റ് എന്ന ദൗത്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എക്സ്പോസാറ്റ് പൂർണ്ണരൂപം എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. ബഹിരാകാശത്തിലെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനാവും എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഏതൊരു ദൗത്യം നടത്തുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യം നാസ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത്. നാസയാണ് ഈ ദൗത്യം ആദ്യമായിട്ട് നടത്തുന്നത്. രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ദൗത്യം 2024 ജനുവരി 1 ഈ ദൗത്യം പരീക്ഷിക്കുന്നത്. PSLV-C 58 ആയിരുന്നു വാഹനത്തിന്റെ പേര്. PSLV-യുടെ 60ാമത്തെ ദൗത്യമാണ് PSLV-C 58 എന്ന് പറയുന്നത്. മിഷൻ ഡയറക്ടറുടെ പേര് M ജയകുമാർ എന്നാണ്. രണ്ട് ദൗത്യങ്ങളെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കുക. അടുത്തത് മറ്റൊരു ദൗത്യത്തിലേക്ക് പോവുകയാണ്. GSLV F12 എന്ന വാഹനം. GSLV F12. അപ്പൊ ഈ വാഹനത്തിൽ GSLV F12 എന്ന് പറയുന്ന ഈ വാഹനത്തിൽ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചത് ISROയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ടാം തലമുറയിലെ ഗതി നിർണയ ഉപഗ്രഹത്തെയാണ്. രണ്ടാം തലമുറയിലെ ഗതി നിർണയം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒന്നാം തലമുറ, രണ്ടാം തലമുറ എന്നൊക്കെ ഗതി നിർണയ ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചു കഴിഞ്ഞു. നമ്മൾ GPS എന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് GPS-ന്റെ പൂർണ്ണരൂപം. ഈ GPS അമേരിക്കയുടേതാണ്. അമേരിക്കയുടെ ഗതി നിർണയ ഉപഗ്രഹമാണ് GPS എന്ന് പറയുന്നത്. അമേരിക്കയുടെ GPS സംവിധാനത്തിന് പോലെ ഇന്ത്യ വികസിപ്പിച്ച ഒരു ഗതി നിർണയ ഉപഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് നാവിക് എന്നാണ് പേര്. NAVIC. നാവിക്. അപ്പൊ ഈ നാവിക്കിന്റെ പൂർണ്ണരൂപം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. അപ്പൊ ഈ നാവിക്കിന്റെ ആദ്യ തലമുറ എന്ന് പറയുമ്പോൾ IRNSS സീരീസിലാണ് വിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. IRNSS 1A, IRNSS 1B അങ്ങനെ എക്സെട്ര. ഓക്കെ, IRNSS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഒന്നുകൂടെ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് IRNSS-ന്റെ പൂർണ്ണരൂപം. അപ്പൊ ഈ IRNSS സീരീസിലാണ് ആദ്യത്തെ ഒരു തലമുറയിലെ ദൗത്യങ്ങൾ നടത്തിയിരുന്നത്. ശേഷം രണ്ടാം തലമുറ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഗതി നിർണയ സീരീസിലെ രണ്ടാമത്തെ ദൗത്യം, അതിന്റെ പേര് NVS 01 എന്നാണ്. NVS 01. അപ്പോ ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS 01-നെ
ഭ്രമണപഥത്തിൽ എത്തിച്ച വാഹനത്തിന്റെ പേരാണ് GSLV F12. GSLV F12 2023 മെയ് മാസം 29-ാം തീയതി 2023 മെയ് മാസം 29-ാം തീയതിയാണ് ഇന്ത്യ ഈ ദൗത്യം നടത്തുന്നത്. 2023 മെയ് 29. അതാണ് അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. NVS-01. ഇനി മറ്റൊരു ദൗത്യത്തിലേക്ക് പോവുകയാണ്. PSLV-C 56. അപ്പൊ നമ്മൾ 57 പറഞ്ഞായിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ 58 പറഞ്ഞു. ഇനി 56 57 58 ആവുമല്ലോ. PSLV-C 56. PSLV-C 56 എന്ന് പറഞ്ഞാല് സിംഗപ്പൂർ ഉൾപ്പെടെ 7 കൃത്രിമ ഉപഗ്രഹങ്ങൾ, സിംഗപ്പൂരിന്റെ ഒരു ഗതി നിർണയ ഉപഗ്രഹം ഉണ്ടായിരുന്നു. സിംഗപ്പൂരിന്റെ ഉൾപ്പെടെ 7 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഒരു വാഹനമായിരുന്നു PSLV-C 56 എന്ന് പറയുന്ന. ആ 7 എണ്ണത്തിന് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ സിംഗപ്പൂരിന്റെ ഉൾപ്പെടെ 7 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം PSLV-C 56. സോ PSLV-C 56, PSLV-C 57, PSLV-C 58, പിന്നെ GSLV F12. ഇങ്ങനെ 4 കൃത്രിമ ദൗത്യങ്ങൾ, ഇന്ത്യയുടെ ദൗത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ശരി, അതവിടെ നിൽക്കട്ടെ. ISRO-യുമായി ബന്ധപ്പെട്ട ഇത്രയും ദൗത്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇനി കുറച്ച് പദ്ധതികൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കുറച്ച് പദ്ധതികൾ. അപ്പം കുറച്ച് പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഒരു പദ്ധതിയുടെ പേരാണ് ധീര. പദ്ധതിയുടെ പേരാണ് ധീര. ധീര എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതായത് ആക്രമണ സാഹചര്യം നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ ഒരു അക്രമി ആക്രമിക്കുന്നു. അപ്പൊ അങ്ങനെ അക്രമ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, ഒരു വനിത നേരിടേണ്ടി വരുമ്പോൾ ആ വനിതകൾക്ക് അത് പ്രതിരോധിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കഴിവാർജിച്ചെടുക്കുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? ധീര. കേട്ടോ, ഒരു അക്രമിയെ അടിക്കാൻ വരുന്നു, ആ അക്രമിയെ എങ്ങനെ തടഞ്ഞ് രക്ഷപ്പെടാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വനിതാ ശിശു വികസന വകുപ്പ്. അപ്പൊ ആ പദ്ധതിയുടെ പേരാണ് ധീര എന്നാണ് പേര്. അക്രമ സാഹചര്യങ്ങളെ നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം ധീര. പദ്ധതിയുടെ പേരാണ് ധീര. അടുത്ത മറ്റൊരു പദ്ധതിയുടെ പേരുമാണ് എന്റെ കൂട് എന്നാണ് പദ്ധതിയുടെ പേര്. എന്റെ കൂട്. അപ്പൊ എന്താണ് എന്റെ കൂട് എന്ന പദ്ധതി? എന്റെ കൂട് എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചാല് രാത്രി സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസ സൗകര്യം ഒരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് എന്റെ കൂട്. എന്റെ കൂട്. എന്റെ കൂട്. രാത്രി സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് എന്റെ കൂട്. അപ്പൊ ധീര, എന്റെ കൂട്. ധീര, അടിച്ചടിച്ച് നിൽക്കുന്ന വനിതകൾ ധീര. എന്റെ കൂട്, സുരക്ഷിതമായ പാർപ്പിടം. എന്റെ കൂട്. അടുത്തത് രക്ഷാദൂത്. രക്ഷാദൂത്. ഈ രക്ഷാദൂത് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വനിതാ സംരക്ഷണത്തിനായിട്ട് തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പൂടെ ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് രക്ഷാദൂത്. ഇവിടെ ദൂത് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കത്തുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയാണെന്ന് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. രക്ഷാദൂത്. വനിതാ സംരക്ഷണത്തിന് വേണ്ടി തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പൂടെ ചേർന്ന് ആരംഭിച്ച പദ്ധതി ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ എഴുതണം രക്ഷാദൂത്. 3 പദ്ധതിയായേ. ധീര, എന്റെ കൂട്, രക്ഷാദൂത്. ധീര, എന്റെ കൂട്, രക്ഷാദൂത്. ഇനി അടുത്ത മറ്റൊരു പദ്ധതിയെ കുറിച്ച് വരാം. അപരാജിത. പദ്ധതിയുടെ പേരാണ് അപരാജിത. എന്താണ് അപരാജിത എന്ന പദ്ധതി? സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന വനിതകൾ, അല്ലെ? സൈബർ ആക്രമണമാകാം, ഗാർഹിക പീഡനമാകാം. അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അപരാജിത. അപരാജിത. ഗാർഹിക പീഡനങ്ങൾ, സൈബർ ആക്രമണം എന്നിവ നേരിടുന്ന വനിതകളെ സഹായിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അപരാജിത. ഓക്കെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇതെല്ലാം കേട്ടോ. ധീര, എന്റെ കൂട്, രക്ഷാദൂത്, അപരാജിത. മറ്റൊരു പദ്ധതിയിലേക്ക് പോവാം. മറ്റൊരു പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. 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 എന്താണ് സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ? അവിവാഹിതരായ അമ്മമാർക്ക്, അപ്പൊ ചൂഷണത്തിനിരയായ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി.
പ്രതിമാസം ധനസഹായം നൽകി അവർക്ക് സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം എന്നാണ് പേര്, സ്നേഹസ്പർശം. അപ്പൊ ചൂഷണത്തിനിരയായ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് സ്നേഹസ്പർശം എന്നാണ് പേര്, സ്നേഹസ്പർശം. നമ്മൾ പഠിച്ച പദ്ധതികൾ ധീര, എന്റെ കൂട്, രക്ഷാദൂത്, അപരാജിത, സ്നേഹസ്പർശം, 5 പദ്ധതികളിലേക്ക് എത്തിക്കഴിഞ്ഞു. 6ാമത്തെ പദ്ധതിയിലേക്ക് പോവുകയാണ്. പദ്ധതിയുടെ പേര് സഹായഹസ്തം. പദ്ധതിയുടെ പേരാണ് സഹായഹസ്തം. എന്താണ് സഹായഹസ്തം എന്ന പദ്ധതി? സഹായഹസ്തം എന്ന പദ്ധതി എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു, 55 വയസ്സിൽ താഴെ പ്രായം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും 55 വയസ്സിൽ താഴെയുള്ളതുമായ വിധവയായ വനിതകൾക്ക് എന്തെങ്കിലും സംരംഭം ആരംഭിക്കുന്നതിനായി 30,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സഹായഹസ്തം. അപ്പൊ എന്താണ് സഹായഹസ്തം? സഹായഹസ്തം എന്ന് പറയുന്നത് 55 വയസ്സിൽ താഴെയുള്ള വിധവകളായ വനിതകൾക്ക് ഒറ്റത്തവണയായി 30,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സഹായഹസ്തം. അപ്പം വനിതകളുമായി ബന്ധപ്പെട്ട് 6 പദ്ധതികളാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. ധീര, എന്റെ കൂട്, രക്ഷാദൂത്, സ്നേഹസ്പർശം, സഹായഹസ്തം. ധീര, എന്താണ് ധീര? അക്രമ സാഹചര്യം നേരിടുമ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് എങ്ങനെ അതിനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്നു. എന്റെ കൂട്, രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ വനിതകൾക്കും കുട്ടികൾക്കുമായിട്ട് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. രക്ഷാദൂത്, വനിതാ സംരക്ഷണത്തിനായി തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി. അടുത്തത് അപരാജിത, സൈബർ ആക്രമണം നേരിടുന്ന വനിതകൾ, ഗാർഹിക പീഡനം നേരിടുന്ന വനിതകൾ എന്നിവർക്കായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അപരാജിത. സ്നേഹസ്പർശം, അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം നൽകി അവരെ സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുന്ന പദ്ധതിയുടെ പേര് സ്നേഹസ്പർശം. സഹായഹസ്തം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളായ വനിതകൾക്ക് വേണ്ടിയിട്ട് 30,000 രൂപയുടെ സംരംഭം ആരംഭിക്കുന്നതിനായി, എന്തെങ്കിലും സംരംഭം ആരംഭിക്കുന്നതിനായി 30,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് സഹായഹസ്തം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ISROയുടെ കുറച്ച് ദൗത്യങ്ങൾ, കുറച്ച് പദ്ധതികൾ, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചു നിർത്തിയത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ.